തൃശൂർ ജില്ലയിൽ മാത്രം നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോ കർഷകർക്ക് 30 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് കർഷക സമിതി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ. കേന്ദ്രവിഹിതം നൽകാനുണ്ടെന്ന തെറ്റായ പ്രചാരണം നടത്തി കർഷകരെ സർക്കാർ വഞ്ചിക്കുകയാണ്. നെല്ല് സംഭരിച്ച മാസങ്ങൾ കഴിഞ്ഞാലും പണം ലഭിക്കാത്ത സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലത്തെ നെൽകർഷകർക്ക് ഭാരതത്തിലത്തെ ഒരു ബാങ്കിൽ നിന്നും ഒരു രൂപ വായ്പ കിട്ടില്ല. കാരണം അത്ര കണ്ട് അവരുടെ സിബിൽ സ്കോർ ഡൗൺ ആയിരിക്കുന്നു. നേരത്തെ നെല്ലിൻ്റെ വിലയായി കിട്ടിയിരുന്നത് ഒരു ബാങ്ക് തന്ന ഒരു വായ്പയാണ്. ആ വായ്പയുടെ പലിശയോ വായ്പയിലേക്ക് അടയ്ക്കേണ്ട ഒരു രൂപ പോലും കേരള സർക്കാർ അടച്ചിട്ടില്ല. അപ്പോൾ കർഷകന് ചെയ്തിരുന്ന വാഗ്ദാന ഘോഷയാത്രകളൊക്കെ ആവിയിൽ പറന്നുപോയി. 25 കോടി രൂപയോളം ഇനിയും കർഷകർക്ക് കൊടുക്കാനുണ്ട്. ഇവരൊന്നു പറഞ്ഞാൽ രണ്ടാമത്തെ വാക്കിന് കേന്ദ്രം തന്നില്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും തെളിയിക്കട്ടെ. എങ്കിൽ കേരളത്തിൽ ഈ കർഷകർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാം.